ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഏകദേശം ഒരുപോലെയാണ് കുട്ടികളിൽ. വറീസ് ആണല്ലോ ബേസിക്കലി. എന്താവും, ചീത്ത കേൾക്കോ, വഴക്ക് കേൾക്കോ, ചെയ്താൽ തെറ്റോ, പ്രശ്നമാവോ. നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോഴേ ഇത് ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? അതെ. അതിന്റെ മുന്നേ നമ്മൾ വാഴ സിനിമയിൽ കണ്ട അതേ പാറ്റേൺസ് ആണ്. ഇപ്പൊ വാഴ 2 കാര്യം പറഞ്ഞല്ലോ, അതിലൊരു പാരന്റിങ് മെത്തേഡ് ഉണ്ട്, ഫോഴ്സ്ഫുള്ളി റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം എൽഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പാരന്റിനെ പോലെ മോർ റെസ്പോൺസിബിൾ ആവേണ്ട ആവശ്യം, എല്ലാവരുടെയും ഇമോഷൻസിനെ മനസ്സിലാക്കി പെരുമാറേണ്ട ആവശ്യം. നമ്മൾ ഈ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രഗ്നൻസിയുടെ ഏജിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ് ഉണ്ട്, സ്പേം ക്വാളിറ്റി, എഗ് ക്വാളിറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ പല രീതിയിൽ പല ആളുകളെ ആൻഷ്യസ് ആക്കുന്നതും കൂടി ഉണ്ട്. കുട്ടികളെ നാട്ടിലാക്കി വിദേശത്തേക്ക് പോകുന്ന അച്ഛനമ്മമാർ, പിന്നീട് ഈ പാരന്റ്സും ഈ കുട്ടിയും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ കണക്ഷൻ അതവിടെ ഇല്ലാണ്ടാവുകയാണ്. ഈ കുട്ടികളെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് ആലോചന വരേണ്ടത്, കുട്ടികളെ ഉണ്ടാക്കിയ ശേഷമല്ല. എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ, ഞാൻ ഫോൺ മിസ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ, എൻ്റെ ഫ്രണ്ട്ഷിപ്പിനൊന്നും വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരെ ഞാൻ വിളിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ? ഇതുപോലെ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ആലോചിക്കാം.